ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 22, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ ചില ന്യൂസ് ഹെഡിങ്സ് ആണ്. കെ-ഫോൺ, അതായത് കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് പുതിയ OTT പ്ലാറ്റ്ഫോംസ് ആരംഭിക്കുകയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എലൻ മസ്കുമായി പുതിയൊരു കരാർ. നാസയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണ്ടുപിടുത്തമാണ്, അതായത് യുറാനസിന്റെ 29ാമത്തെ സാറ്റലൈറ്റ് കണ്ടെത്തി. ഇന്ത്യൻ ആർമിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആരംഭിക്കുകയാണ്, സമന്വശക്തി. എവിടെയാണ് ഈ എക്സസൈസ്? ഇതേപോലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ജെഡിസ് കറണ്ട് അഫേഴ്സിന്റെ ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, കെ-ഫോൺ ലോഞ്ചസ് OTT സർവീസ് വിത്ത് 29 പ്ലാറ്റ്ഫോംസ്. കെ-ഫോൺ 29 പ്ലാറ്റ്ഫോമുകളുമായി OTT സേവനങ്ങൾ ആരംഭിക്കുന്നു. കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്കിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണിത്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കേരള സർക്കാരിന്റെ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവനമായ കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡ് 2025 ഓഗസ്റ്റ് 21 ചേർത്ത ഏറ്റവും പുതിയ സേവനം ഏതാണ്? OTT സർവീസ് വിത്ത് 29 പ്ലാറ്റ്ഫോംസ്. 29 പ്ലാറ്റ്ഫോമുകളുമായി OTT സേവനങ്ങൾ ആണ് കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്കിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ലോഞ്ചിങ്. ഈ ഒരു സർവീസ് ആണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡ് ഏത് തീയതിയിലാണ് ആരംഭിച്ചത്? 2023 ജൂൺ 5. അതായത് 2 വർഷം കഴിഞ്ഞിരിക്കുകയാണ് കെ-ഫോൺ ഇത് ആരംഭിച്ചത്. കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഏറ്റവും റേറ്റ് കുറഞ്ഞ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സർവീസ് ആണ് കെ-ഫോൺ നൽകി വരുന്നത്. ഇതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് OTT സർവീസ് ആരംഭിച്ച കാര്യം. 45 Mbps വേഗത, 22 OTT പ്ലാറ്റ്ഫോമുകൾ, 350 ഡിജിറ്റൽ ടെലിവിഷൻ ചാനലുകൾ എന്നിവയുള്ള ഇന്റർനെറ്റ് പ്ലാനിംഗ് കെ-ഫോൺ വാഗ്ദാനം ചെയ്യുന്ന ഏറ്റവും കുറഞ്ഞ വില എത്രയാണ്? പ്രതിമാസം 444 രൂപ. 3 പ്ലാനിലായിട്ട് പുറത്തിറക്കിയിട്ടുള്ള കെ-ഫോണിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ വളരെ വില കുറഞ്ഞ ഒരു പ്ലാൻ ആണ് 444 പെർ മന്ത് എന്ന പ്ലാൻ. ഇതിലൂടെ തന്നെ 45 മെഗാബൈറ്റ് പെർ സെക്കൻഡ് Mbpsഉം 22 OTT പ്ലാറ്റ്ഫോംസ്, 350 ഡിജിറ്റൽ ടെലിവിഷൻ ചാനൽസ് ലഭിക്കുന്ന ഒന്നാണ് കെ-ഫോണിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ലോഞ്ചിങ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഇന്ത്യൻ ഗവൺമെന്റ് ജോയിൻ ഹാൻഡ്സ് വിത്ത് എലൻ മസ്ക്. ഇന്ത്യൻ സർക്കാർ എലൻ മസ്കുമായി കൈകോർക്കുന്നു. ഏത് മേഖലയിലാണ് ഇന്ത്യൻ സർക്കാർ ഇപ്പോൾ എലൻ മസ്ക് ആയിട്ടുള്ള കൈകോർക്കുന്നത്? ലോകത്തിലെ ഏറ്റവും ധനികരിൽ ഒരാളായിട്ടുള്ള വ്യക്തിയാണ് എലൻ മസ്ക്. എലൻ മസ്കിന്റെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, ലോഞ്ചിങ് വെഹിക്കിൾസ്, ഇവയെല്ലാം തന്നെ വളരെ ഫേമസ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. KYCക്ക് ആധാർ ഉപയോഗിക്കുന്നതിന് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെട്ട US കമ്പനിയുടെ പേര് സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്. എലൻ മസ്കിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ UIDAI, അതായത് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കരാർ. ഇത് പ്രകാരം ആധാറിന്റെ KYC, അതായത് നോ യുവർ കസ്റ്റമർ എന്ന സർവീസ് ആണ് ഇപ്പോൾ സ്റ്റാർലിങ്ക് ഏറ്റെടുത്തിട്ടുള്ളത്. ഇന്ത്യൻ സർക്കാരുമായി സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ആദ്യ പ്രവർത്തനം ഏതാണ്? UIDAI വഴി ആധാർ ഒതന്റിക്കേഷൻ. സ്റ്റാർലിങ്ക് ഇന്ത്യയിലെത്തി. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ UIDAI, അതായത് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായിട്ടുള്ള ഒരു കരാർ. ഇത് പ്രകാരം ആധാറിന്റെ ഒതന്റിക്കേഷൻ ആണ് സ്റ്റാർലിങ്ക് ഏറ്റെടുത്തിട്ടുള്ളത്. ഇതാണ് സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു വർക്ക്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, നാസ ഡിസ്കവേഴ്സ് 29th മൂൺ ഓഫ് യുറാനസ്. യുറാനസിന്റെ 29ാമത് ചന്ദ്രനെ നാസ കണ്ടെത്തി. ഇതും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നാസ അടുത്തിടെ കണ്ടെത്തിയ യുറാനസിന്റെ 29ാമത് ഉപഗ്രഹത്തിന്റെ പേരെന്താണ്? S-2025 U1. എസ് എന്നാൽ സാറ്റലൈറ്റ്, 2025 അതായത് ഈ വർഷം, U1 യുറാനസ് 1 എന്ന രീതിയിലുള്ള ഒരു ഷോർട്ട് ഫോം ആണ് S-2025 U1. നാസയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണ്ടുപിടുത്തമാണ്. അതുപോലെ തന്നെ യുറാനസിന്റെ 29ാമത്തെ
സാറ്റലൈറ്റ് ആണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അതായത് യുറാനസിന് 29 സാറ്റലൈറ്റ്സ് ആണുള്ളത്. യുറാനസിന്റെ 29ാമത് ഉപഗ്രഹമായ S-2025 നാസ കണ്ടെത്തിയത് ഏത് തീയതിയിലാണ്? 2025 ഫെബ്രുവരി 2. ഈ വർഷം ആദ്യം തന്നെ ഫെബ്രുവരി 2 തീയതിയാണ് ഈ ഒരു സാറ്റലൈറ്റിനെ നാസ കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ അത് ഈ അടുത്താണ് നാസ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, അതായത് 29ാമത്തെ സാറ്റലൈറ്റ് കണ്ടുപിടിച്ച കാര്യം. യുറാനസിന്റെ 29ാമത് ഉപഗ്രഹമായ S-2025 ഏത് ദൂരദർശിനിയാണ് കണ്ടെത്തിയത്? ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഒരു സ്പേസ് ടെലസ്കോപ്പ് ആണ് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ്. ഈ ഒരു ടെലസ്കോപ്പ് ആണ് യുറാനസ് S-2025 എന്ന പുതിയ സാറ്റലൈറ്റ്, 29ാമത്തെ സാറ്റലൈറ്റ് കണ്ടെത്തിയിട്ടുള്ളത്. യുറാനസിന്റെ പുതുതായി കണ്ടെത്തിയ ഉപഗ്രഹമായ S-2025 വ്യാസം എന്താണ്? 10 കിലോമീറ്റർ, ഗ്രഹത്തിൽ നിന്ന് 56,000 കിലോമീറ്റർ അകലെ. യുറാനസ് എന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് 56,000 കിലോമീറ്റർ അകലെയുള്ള ഒരു ചെറിയൊരു സാറ്റലൈറ്റ് ആണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. യുറാനസ് 2025 എന്ന സാറ്റലൈറ്റ്. ഇതിന്റെ വ്യാസം എന്ന് പറയുമ്പോൾ 10 കിലോമീറ്റർ ആണ്. വളരെ ചെറിയൊരു സാറ്റലൈറ്റ് ആണ് യുറാനസിന്റെ ഏറ്റവും ചെറിയ സാറ്റലൈറ്റ് ആയിട്ടുള്ള 2025 എന്ന ഈ സാറ്റലൈറ്റ്. യുറാനസിന്റെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? ടൈറ്റാനിയം എന്ന ഗ്രഹമാണ് യുറാനസിന്റെ ഏറ്റവും വലിയൊരു ഉപഗ്രഹം. നാസയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രകാരം ഇപ്പോൾ യുറാനസിന് 29 സാറ്റലൈറ്റ്സ് ആണുള്ളത്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് S-2025 എന്ന സാറ്റലൈറ്റ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, എക്സസൈസ് സമന്വയ് ശക്തി 2025 വാസ് ഇനോഗ്രേറ്റഡ് ഓൺ 19th August. സമന്വയ ശക്തി 2025 എന്ന വ്യായാമം 2025 ഓഗസ്റ്റ് 19 ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ആർമിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഓഗസ്റ്റ് 20 മുതൽ ഓഗസ്റ്റ് 30 വരെ ഇന്ത്യൻ സൈന്യം ഏത് 2 സംസ്ഥാനങ്ങളിലാണ് അഭ്യാസ് സമന്വയ ശക്തി 2025 ആരംഭിച്ചത്? ആസാം ആൻഡ് മണിപ്പൂർ. സാധാരണയായിട്ട് നമ്മൾ എക്സസൈസ് കേൾക്കുമ്പോൾ ഒന്നിലെ ഏതെങ്കിലും രാജ്യങ്ങൾ തമ്മിലുള്ള എക്സസൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ഫോഴ്സ് ആയി തമ്മിലുള്ള എക്സസൈസ് ആണ്. എന്നാൽ എക്സസൈസ് സമന്വയ ശക്തി എന്ന് പറയുന്ന ഈ ഒരു എക്സസൈസ് ഇത് ആസാം, മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങളിലേക്കുള്ള ഒരു എക്സസൈസ് ആണ്. ഈ ഒരു എക്സസൈസിന്റെ ഉദ്ഘാടനമായിരുന്നു ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ്, അതായത് ഓഗസ്റ്റ് 19 തീയതി. ഇന്ത്യൻ സൈന്യം ആസാമിലും മണിപ്പൂരിലും ആരംഭിച്ച അഭ്യാസ് സമന്വയ ശക്തി 2025 ലക്ഷ്യം എന്താണ്? സിവിൽ സൈനിക ഏകോപനം ശക്തിപ്പെടുത്തുന്നതിന്, ടു സ്ട്രെങ്തേൺ ദി സിവിൽ മിലിറ്ററി കോർഡിനേഷൻ, അതായത് ഇന്ത്യൻ ആർമിയും തമ്മിലുള്ള നല്ലൊരു ബന്ധം സ്ഥാപിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അത് പല സ്ഥാപനങ്ങളുമായിട്ടുള്ള നല്ലൊരു ബന്ധം സ്ഥാപിക്കുക. അത് ആസാം, മണിപ്പൂരിൻ്റെ ആ ഒരു പ്രദേശത്ത് ഇന്ത്യൻ ആർമിയുടെ പവർഫുൾ ആയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും, അതായത് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, സെക്യൂരിറ്റി, റിക്രൂട്ട്മെന്റ്, ക്യാമ്പയിനിങ്, പല മേഖലയിലേക്ക് പ്രാധാന്യം നൽകുന്ന രീതിയിലുള്ള ഒരു എക്സസൈസ് ആണ് ഇപ്പോൾ ആരംഭിച്ച ഇന്ത്യൻ ആർമിയുടെ എക്സസൈസ്. മണിപ്പൂർ, ആസാമിലേക്കുള്ള ഒരു എക്സസൈസ് ആണ് ഇപ്പോൾ നടത്തുന്ന എക്സസൈസ് സമന്വയ ശക്തി. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ മറ്റൊരു ഹെഡിംഗ് ആണ്, ഇന്ത്യൻ വുമൻസ് ഹോക്കി ടീം ഫോർ ഏഷ്യ കപ്പ് 2025. 2025 ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ വനിതാ ഹോക്കി ടീം. ഇതും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയാണ്. ഇന്ത്യൻ ഹോക്കി ടീമിന്റെ യാത്ര ചൈനയിലേക്കുള്ള യാത്രയാണ്. അതായത് ചൈന നടക്കാൻ പോകുന്ന ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏഷ്യ കപ്പ് ടൂർണമെന്റ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. വനിതാ ഏഷ്യ കപ്പ് 2025 സെപ്റ്റംബർ 5 മുതൽ സെപ്റ്റംബർ 14 വരെ എവിടെയാണ് നടക്കുക? ഹാങ്ഷോ, ചൈന. ചൈനയിലെ ഹാങ്ഷോങ്ങിലാണ് സെപ്റ്റംബർ 5 മുതൽ സെപ്റ്റംബർ 14 വരെ നടക്കാൻ പോകുന്ന എക്സസൈസ്. വിമൻസ് ഏഷ്യ കപ്പ് 2025 എന്ന എക്സസൈസ് ആണ് നടക്കാൻ പോകുന്നത്. വനിതാ ഏഷ്യ കപ്പ് 2025 ടീമിനെ നയിക്കാൻ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരിക്കും? സലീമ ടെറ്റെ. വനിതകളുടെ ഹോക്കി ടീമിലെ പ്രൊഫഷണൽ താരമാണ് സലീമ ടെറ്റെ. സലീമ ടെറ്റെയാണ് ഇന്ത്യൻ ടീമിനെ നയിക്കാൻ പോകുന്ന വ്യക്തി. അതായത് വുമൻസ് ഏഷ്യ കപ്പ് 2025 നടക്കാൻ പോകുന്നത് ചൈനയിലെ ഹോങ്ഷോങ്ങിൽ സെപ്റ്റംബർ 5 മുതൽ സെപ്റ്റംബർ 14 വരെ. ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആണ് സലീമ ടെറ്റെ. വനിതാ ഏഷ്യ കപ്പ് 2025 എത്ര ടീമുകൾ പങ്കെടുക്കും? 8 ടീം.
8 ടീം, അതായത് പൂൾ എ, പൂൾ ബി എന്ന രീതിയിലുള്ള ഒരു ഡിവൈഡ് ചെയ്തിട്ടുള്ള ഒന്നായിരിക്കും. 4 ടീം എന്ന രീതിയിൽ. ഇതിൽ പൂൾ ബിയിലാണ് ഇന്ത്യൻ ടീം കളിക്കാൻ പോകുന്നത്. വനിതാ ഏഷ്യ കപ്പ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ എത്ര തവണ വിജയിച്ചിട്ടുണ്ട്? 2 തവണ. 2004, 2017. 2004, 2017 വിജയിച്ച ടീം ആണ് ഇന്ത്യൻ ടീമിന്റെ വനിതാ ഹോക്കി ടീം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ്: പ്രൈം മിനിസ്റ്റർ മോദി ടു ഇനോഗ്രേറ്റ് ദി ഓണ്ട സിമാരിയ ബ്രിഡ്ജ് പ്രോജക്ട്. ഓണ്ട സിമാരിയ പാലം പദ്ധതി പ്രധാനമന്ത്രി മോദി ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഒരു പ്രോജക്റ്റ് ആണ് ഓണ്ട സിമാരിയ പ്രോജക്റ്റ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഓണ്ട സിമാരിയ പദ്ധതി 2025 ഓഗസ്റ്റ് 22 പ്രധാനമന്ത്രി മോദി ഉദ്ഘാടനം ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ബീഹാറിലെ ഗയ. ബീഹാറിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഗായ. ഗായയിലാണ് ഓണ്ട സമാരിയ പ്രോജക്റ്റ് ഉള്ളത്. ഓണ്ട സമാരിയ പ്രോജക്റ്റ് 2017 ആരംഭിച്ച ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ആ ഒരു പ്രൊജക്ടിന്റെ പണി പൂർത്തിയായി. ഇതിന്റെ ഉദ്ഘാടനമാണ് ഓഗസ്റ്റ് 22, അതായത് ഇന്ന് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നടത്താൻ പോകുന്ന ഈ ഒരു പ്രൊജക്ടിന്റെ ഉദ്ഘാടനം. 2 കിലോമീറ്റർ നീളമുള്ള ഓണ്ട സമാരിയ പദ്ധതി ഏത് നദിക്ക് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്? റിവർ ഗംഗ. ഗംഗാ നദിയുടെ കുറുകെയുള്ള ഒന്നായിരിക്കുള്ളൂ ഈ ഒരു പാലം. ഏതാണ്ട് 8 കിലോമീറ്റർ നീളത്തിലുള്ള പ്രോജക്റ്റ്. അതിൽ 2 കിലോമീറ്റർ റിവർ ഗംഗയുടെ മുകളിലൂടെ പോകുന്ന ഒന്നാണ്. രാജേന്ദ്ര സേതു എന്നൊരു പാലം, ഈ ഒരു പാലത്തിന്റെ പാരലായിട്ടുള്ള ഒരു പാലമാണ് വരാൻ പോകുന്ന ഈ ഒരു പാലം. രാജേന്ദ്ര സേതു എന്ന പാലം വളരെ പഴക്കം നിന്നിട്ടുള്ള പാലമാണ്. അതിന് പകരമായിട്ടുള്ള ഒന്നാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നത്. 2025 ഓഗസ്റ്റ് 22 ഉദ്ഘാടനം ചെയ്ത ആൻഡി സമ്മരിയ പദ്ധതിയുമായി ബീഹാറിലെ ഏത് 2 സ്ഥലങ്ങൾ ബന്ധിപ്പിക്കും? പാട്ന ഡിസ്ട്രിക്റ്റിലെ മൊഖാമയും ബെഗുസാരയും. ബീഹാറിന്റെ ഇൻഡസ്ട്രിയൽ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ആണ് ബെഗുസാരായി. ബെഗുസാരായുമായിട്ടാണ് പാട്ന ഡിസ്ട്രിക്റ്റിലെ മൊഖാമ എന്ന സ്ഥലം ബന്ധിപ്പിക്കാൻ പോകുന്നത് 22 ഓഗസ്റ്റ്, അതായത് ഇന്ന് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.